നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെവി കടി ഉണ്ടാവാറുണ്ടോ? ചെവി കടിക്കുന്നത് ചെവിക്കകത്ത് അഴുക്കിരുന്നിട്ടാണ്. നമ്മൾ കുളിക്കുമ്പോഴും മുഖമൊക്കെ കഴുകുമ്പോഴും എപ്പോഴും പൊടികളൊക്കെ അടിച്ച് കയറുമ്പോഴും നല്ല പൊടിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോഴും പൊടിയൊക്കെ നമ്മുടെ ചെവിക്കകത്തേക്ക് കയറും. അപ്പോൾ പൊടി കയറി കഴിയുമ്പോൾ നമുക്ക് ചെവി കടിക്കുകയും അതിനകത്ത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെവിക്കകത്ത് വിരലിട്ടിളക്കുകയോ അതുപോലെ തന്നെ കമ്പോ കോലോ ഒന്നും ഇട്ടിളക്കരുത് കേട്ടോ. അതൊക്കെ വളരെ ദോഷകരമാണ്. കാരണം ചെവിയുടെ അകത്ത് ഒരു കല്ല് പോലൊരു സാധനമുണ്ട്, അത് ഇളകിക്കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് പെരുപ്പുണ്ടാകുകയും തലവേദന അനുഭവിക്കുകയും ചെവിയിൽ നിന്ന് വെള്ളം വരികയും ചെയ്യും. അങ്ങനെ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ചെവി സ്വയം വൃത്തിയാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മുടെ ചെവി ഉള്ളതല്ലേ. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടത് വളരെ സൂക്ഷിച്ച് വേണം ചെവിയിൽ എന്തെങ്കിലും ഇട്ട് ഇളക്കാൻ. അതായത് ബഡ്സ് പോലത്തെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം, ബഡ്സൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പക്ഷേ ബഡ്സിനകത്തുള്ള സാധനം അതിനകത്തിരുന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഈ കോട്ടൺ പോലത്തെ ബഡ്സൊക്കെ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല കേട്ടോ. അത് വളരെ അപകടകരമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെവിക്കകത്തിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ചെവിക്കകത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് വളരെ ദോഷം ചെയ്യും. അത് കടി മാറാനായിട്ട് നമ്മൾ കയ്യിൽ കിട്ടി എന്താണെങ്കിലും ഇട്ട് ചെവിക്കകത്തിട്ട് ഇളക്കും. അത് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ചെവിക്കകത്ത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ചെവി വൃത്തിയാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കോട്ടൺ സാബുകളിൽ പൊടി അടങ്ങിയിരിക്കുക. ചെറിയ ചെറിയ തുണിയൊക്കെ എടുത്ത് നമ്മൾ ഇതാക്കുകയാണെങ്കിൽ അതിലും പൊടി ഉണ്ടാകും. അത് വായുവായിട്ട് സമ്പർക്കം പുലർത്തുമ്പോഴാണ് ഫംഗസ് ഉണ്ടാകുന്നത് ചെവിയുടെ അകത്തെ. ചെവികളിൽ അണുബാധ ഉണ്ടാകുന്നത് എങ്ങനെയെന്നറിയോ? ഈ പൊടിയൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ ചെവിക്കകത്ത് അണുബാധ ഉണ്ടാകുന്നു. അങ്ങനെ അണുബാധ ഉണ്ടായിക്കഴിയുമ്പോഴാണ് നമുക്ക് ചെവി കടിക്കലുണ്ടാകുന്നത്. നല്ലപോലെ ചെവി ഇങ്ങനെ കടിക്കും. അപ്പം നമ്മൾ ഒരിക്കലും ബഡ്സോ കൈ കിട്ടിയ സാധനങ്ങളോ ഒന്നും ഇട്ട് ഇളക്കരുത് കേട്ടോ. അത് കോട്ടൺ ഇട്ട് ഇളക്കുവാണെങ്കിൽ അതിനകത്തും പൊടിയെല്ലാം കാണും. അതുകൊണ്ടാണ് നമ്മൾ അതിനുള്ള വഴിയാണ് ഇപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചെവി എങ്ങനെ വൃത്തിയാക്കാം? ഇതാ 3 സുരക്ഷിതമായ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന 3 സുരക്ഷിതമായ മാർഗ്ഗങ്ങളാണ് കേട്ടോ. അതിൽ നമ്മൾ എപ്പോഴും ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തിളപ്പിച്ചാറിയ വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ട് അത് ഒരു കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല പഞ്ഞി നമ്മൾ നല്ലതുപോലെ കഴുകി ഈ തിളപ്പിച്ചാറിയ വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. അതിന് മുമ്പ് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് പഞ്ഞി എടുത്തിട്ട് അത് മുക്കിയെടുക്കണം. എന്തെങ്കിലും ഫില്ലർ ഉപയോഗിച്ച് അത് പിടിച്ചെടുക്കണം. എടുത്ത് നല്ലതുപോലെ ഉണങ്ങി പിഴിഞ്ഞെടുത്ത് ആ പഞ്ഞി നമ്മുടെ ചെവിക്കകത്ത് കുറച്ച് നേരം വെക്കുക കേട്ടോ. വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെവിയുടെ അഴുക്ക് ഇളകി വരും. മനസ്സിലായോ? അപ്പോൾ അത് ഇളകി വരും. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഈ ചെറു ചൂടുവെള്ളത്തിലായിരിക്കണം കേട്ടോ. ചെറു ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ വെറുതെ വെള്ളം അങ്ങ് എടുത്ത് ചൂടാക്കിയിട്ട് അതിൽ അണുക്കളുണ്ടാവും. അണുക്കൾ ചെവിക്കകത്തോട്ട് കയറും. അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം വേണം കേട്ടോ ഇതിന് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒലിവ് ഓയിൽ, അതായത് ഓയിലോ വെളിച്ചെണ്ണയോ അതൊന്നും എടുക്കരുത് കേട്ടോ. ഒലിവ് ഓയിൽ എടുത്തിട്ട് ഡ്രോപ്പർ ഉപയോഗിച്ച് 3 തുള്ളി ഇട്ടിച്ചു കൊടുക്കുക ചെവിക്കകത്തോട്ട്. ഏത് ചെവിയാണോ കടിക്കുന്നത് ആ ചെവിക്കകത്തോട്ട് 3 തുള്ളി ഇട്ടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് കുറച്ച് നേരം അതിനകത്ത് അങ്ങനെ കിടന്ന് നമുക്ക് ചെവിയുടെ അകത്തുള്ള അഴുക്കൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് ഇളകി വരും. അപ്പോൾ നമുക്കത് ഈ കോട്ടൺ ഉപയോഗിച്ച് ഇങ്ങനെ ഇതാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചെവിയിലെ അഴുക്കൊക്കെ പുറത്തേക്ക് വരും. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ തിളപ്പിച്ചാറിയ വെള്ളം അതിനകത്ത് ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം ചെറിയ ചൂടേ പാടുള്ളൂ. കൈ തൊട്ടാൽ പൊള്ളരുത്. അതുപോലെ ചെറിയ ചൂടിൽ കോട്ടൺ മുക്കിയിട്ട് ചെവിയുടെ അകത്ത് വയ്ക്കുക. ചെവിയുടെ അകത്തേക്ക് നല്ലതുപോലെ കയറ്റി വെക്കണം. ഈ കോട്ടൺ അതിനകത്ത് പിടിക്കാത്ത രൂപത്തിലായിരിക്കും കയറ്റി വെക്കുക. നമ്മുടെ മറ്റ് ബഡ്സ് ഒന്നും ഉപയോഗിക്കരുത്. ബഡ്സ് ഉപയോഗിച്ചാൽ എന്തായാലും ബഡ്സിനകത്തുനിന്ന് നമ്മുടെ ചെവിക്കകത്ത് ഇരിക്കും. അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ചെവിയുടെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം വളരെ സൂക്ഷിച്ച് ചെയ്യണം. ചെവിയുടെ കേൾവി പോകും. ചെവിയുടെ കല്ല് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഴുപ്പുണ്ടാകും, വെള്ളം വരും, പിന്നെ ചെവിക്ക് വീക്കം ഉണ്ടാകും, നമുക്ക് നീര് വരും, നീര് പൊട്ടും, അങ്ങനെ ചെവിയുടെ കേൾവി പോകും. അതുകൊണ്ട് ചെവിക്കകത്ത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ചെവിയുടെ കടി മാറും. നിങ്ങൾ ഒന്നും ഇട്ട് ഇളക്കേണ്ടി വരില്ല. നമുക്ക് കടിച്ച് സഹിക്കാൻ പറ്റാതാവുമ്പോൾ നമുക്ക് കൈ കിട്ടിയതൊക്കെ ഇട്ടിളക്കും, ശരിയാണ്. പക്ഷേ ഈ അഴുക്കിരിക്കുമ്പോഴാണ് നമുക്ക് ചെവിയുടെ അകത്ത് ഈ
ചൊറിച്ചിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കൈ കിട്ടിയൊന്നിട്ട് ഇളക്കാതെ ഈ 3 മാർഗ്ഗങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ചെവിയിലെ കടി മാറുകയും ചെവി വൃത്തിയാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെയ്തിട്ട് എന്നെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് ചെവിയുടെ അഴുക്കൊക്കെ കളഞ്ഞ് ചെവി വൃത്തിയാക്കുക, ചെവിയുടെ കടി മാറ്റുക. അപ്പോൾ എല്ലാവർക്കും ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. എന്നിട്ടും നിങ്ങൾക്ക് മാറിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ ഉപദേശം തേടണം കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത 3 ഇതുകൊണ്ട് നിങ്ങൾക്കൊരു മാറ്റവും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഡോക്ടറെ കാണിക്കുക. ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടറുടെ ഉപദേശപ്രകാരം നിങ്ങൾക്ക് തുള്ളിമരുന്ന് തരും. അതൊരു ഇയർ വാക്സിൻ ഉണ്ടാവും. അത് ഒഴിച്ചിട്ട് വൃത്തിയാക്കാനും പറ്റും കേട്ടോ. അതൊഴിച്ച് വൃത്തിയാക്കിയാലും മതി, നിങ്ങൾക്ക് ചൊറിച്ചിലൊക്കെ മാറും. അതിലും നല്ലത് നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്ത് നോക്കാം കേട്ടോ.